ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്കൊരു പവർ ബാങ്ക് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാനായിട്ടാണ്. ഈ ഒരു പവർ ബാങ്ക് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററീസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവ് നമുക്ക് നല്ല പവർ കൂടിയ നമുക്കൊരു പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഏകദേശം 20,000 മേലെ mAh ഉള്ള ഒരു പവർ ബാങ്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിലേക്ക്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എല്ലാവരും ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ടം പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന സ്ഥലം ഞാൻ വീഡിയോയുടെ ഏറ്റവും അവസാനത്തിൽ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇത് പൊളിച്ചെടുക്കണം. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇത് പൊളിക്കുന്ന ടൈമിൽ ഇതിൻ്റെ അകത്തുള്ള ഈ ബാറ്ററീസ് ഒന്നും കംപ്ലൈൻറ്റ് ആവരുത്. സ്ക്രൂ ഡ്രൈവർ ഒന്ന് തട്ടിയിട്ട് അപ്പോൾ നമ്മളിതൊക്കെ പൊളിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. നമ്മൾ ഇതുപോലുള്ളൊരു ബാറ്ററി ആണെങ്കിൽ 6 ഷെല്ലുകളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇതിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഷെല്ലുകൾ നമുക്ക് ഒഴിവാക്കണം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അത് നോക്കാം, എല്ലാവർക്കും ചെയ്യാൻ കഴിയും. നമ്മുടെ കയ്യിൽ നമ്മളിതുപോലെ ഇത് പൊളിച്ചെടുക്കണം. ഓരോ ബാറ്ററീസും സെപ്പറേറ്റ് ആക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മൾട്ടിമീറ്ററിൽ 20 എന്നുള്ളതിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യണം. മൾട്ടിമീറ്റർ ഇല്ലാത്തവർക്കായിട്ട് നിങ്ങൾ ചെറിയ LED എന്തെങ്കിലും വെച്ചതിന് ശേഷം അത് LED വർക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി വർക്കിംഗ് ആണ് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇതുപോലെ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള രീതിയാണ്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാണ്. നമ്മളിതുപോലെ ഓരോ ബാറ്ററീസും നമ്മളിത് 2 ബാറ്ററി ജോയിൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്. നമ്മൾ 2 ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും റീഡിങ് വരുന്നുണ്ട്. എന്തെങ്കിലും റീഡിങ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബാറ്ററി നിങ്ങൾ യൂസ് ചെയ്യുക, അത് വർക്കിംഗ് ആയിരിക്കും. നമ്മൾ ഇതുപോലെ റീഡിങ് വരുന്ന ബാറ്ററീസൊക്കെ നമ്മൾ പലതും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് നമ്മൾ 2 ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പൊട്ടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വേറെ 2-3 ബാറ്ററിയൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് 10 ബാറ്ററി നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതുപോലെ റിങ് ഉള്ള ഒരു സൈഡ് നിങ്ങൾ കണ്ടോ, ഈ ഒരു ഭാഗമാണ് ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് നമ്മളൊന്ന് കണക്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ ഒരു പാറ്റേണിൽ വെച്ചിട്ടാണ്, ഒരു റെഡ് ബ്ലൂ അങ്ങനെയുള്ള ഒരു പാറ്റേണിൽ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളതുപോലെ വെച്ചിട്ട് എല്ലാതും നമ്മൾ സെറ്റാക്കി എടുക്കണം. ഇതുപോലെ ഒരു കോപ്പർ വയർ വെച്ചതിന് ശേഷം നമ്മൾ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് നമ്മളൊന്ന് കണക്റ്റ് ആക്കി എടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ആ റിങ്ങുള്ള ഭാഗമാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്, റിങ്ങില്ലാത്ത ഭാഗം നെഗറ്റീവ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാ ബാറ്ററിയുടെ നമ്മൾ കണക്റ്റ് ആക്കി എടുക്കണം. അപ്പം അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ സ്പീഡിലായിട്ട് കാണിക്കുന്നത് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ ബോറടിപ്പിക്കാതെ നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളൊരു കാര്യത്തോടെ ആയിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്പീഡായതുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അതേപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് സൈഡും നമ്മളൊന്ന് എല്ലാ ഭാഗവും ഷോൾഡർ ചെയ്തെടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു റെഡ് വയറും ബ്ലാക്ക് വയറും നമുക്ക് വേണം. നമ്മൾ റെഡ് വയർ നമ്മൾ പോസിറ്റീവിലും കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് വയർ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡിലും നമ്മളൊന്ന് കണക്ട് ചെയ്യണം. നമ്മൾ നേരെ റെഡ് വയർ കണക്ട് ചെയ്തു, നേരെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് വയറും കൂടി കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ബ്ലാക്കും റെഡും കോമ്പിനേഷൻ എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കളർ കോമ്പിനേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്കും റെഡും ആണല്ലോ പോസിറ്റീവും നെഗറ്റീവും സാധാരണയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു ബലത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതുപോലൊരു വുഡിൻ്റെ പീസ് എടുത്ത് അതിൽ സെറ്റ് ചെയ്യും. നമ്മൾ ഇതിന് സെപ്പറേറ്റായിട്ട് കേസൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം നമ്മൾക്ക് ടൈമില്ല. നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളൊരു കാര്യത്തോട് മാത്രമാണ്. പിന്നെ ഇത് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ വുഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ നമ്മളൊരു ബാറ്ററി നമ്മളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാവർക്കും ആർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു പവർ ബാങ്ക്. ആർക്കും എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാം. ഇലക്ട്രോണിക്സുമായിട്ട് യാതൊരു അറിവില്ലാത്തവർക്കും ഈ ഒരു
പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് വേണ്ട ഇതുപോലൊരു ബോർഡാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലും ലഭിക്കും. പവർ ബാങ്കിൻ്റെ ഒരു ബോർഡാണ്. പവർ ബാങ്ക് സർക്യൂട്ട് ബോർഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലും നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൽ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് എന്ന് എഴുതിയോടത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ഷോൾഡർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും അതിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് സ്ഥലത്ത് വെക്കുക, ഷോൾഡർ ചെയ്യുക. എത്രേ പണിയുള്ളൂ. നിങ്ങൾക്ക് ഷോൾഡറിങ്ങും വേണം ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട്. നമ്മളിത് കണക്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു LED കത്തിയത് നിങ്ങൾ നോക്കണ്ട. അത് നമ്മൾ ആ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നൊരു ടൈമിൽ വരുന്നതാണ്. അത് അങ്ങനെ തന്നെ ഓഫ് ആവുകയും ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ പോസിറ്റീവ് നമ്മളൊന്ന് ഷോൾഡർ ചെയ്തെടുക്കുകയാണ്. ഇതോടെ നമ്മുടെ ഏകദേശം നമ്മുടെ ഈ ഒരു പവർ ബാങ്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 4 LED ഉള്ളതിൽ 2 LED പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പകുതി ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഇനി അടുത്തായിട്ട് നമുക്ക് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യേണ്ടത് 4 മണിക്കൂറിൽ കൂടുതൽ സമയം ചാർജ് ചെയ്യണം. എന്നാലേ ഇത് ഫുൾ ചാർജ് ആവുകയുള്ളൂ. ഇത്രയും ബാറ്ററീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിത് പുതിയതായിട്ട് നിർമ്മിച്ചാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു LEDs പ്രകാശിക്കുക. നമ്മൾ ഈ ഒരു ഇൻസുലേഷൻ ഒരു ടാപ്പ് ഒട്ടിച്ചിരുന്നു. അത് നമുക്ക് ഇനി വേണ്ട, നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇവിടെ ആയിട്ട് ഒരു സ്വിച്ച്, നമ്മളിത് ഒന്ന് ചാർജ് ചെയ്ത് നോക്കുകയാണ് സെറ്റാണോ അല്ലേ എന്ന് നോക്കാനായിട്ടാണ്. നമ്മൾ ചാർജ് ചെയ്യാം. ഇതുപോലെ കണക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതുപോലെ ആ ഒരു ഇൻഡിക്കേഷൻ ഇങ്ങനെ പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയാണ് അതിൻ്റെ ഒരു ചാർജിങ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അത് 4 LEDs ആണ് ഉള്ളത്. അതിൽ LEDസിനനുസരിച്ച് ചാർജിങ് ഇൻഡിക്കേറ്ററായിട്ടും അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിൻ്റെ അടിയിൽ എന്തിനാണ് ഒരു LED വെറുതെ കൊടുത്തിട്ടുള്ളത്? അത് വെറുതെ കൊടുത്തതല്ല, ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു LED പ്രകാശിക്കും. അതൊരു ടോർച്ചായിട്ട് യൂസ് ചെയ്യാനാണ്. നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ അതുപോലെ അകത്തോട്ട് മടക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ പവർ ബാങ്ക് ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊരു ടോർച്ചിൻ്റെ യൂസും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകാശിക്കും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഓഫ് ആവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ LED പ്രകാശിക്കും. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്തോളും. പിന്നെ അടുത്തായിട്ട് നമ്മളിത് ചാർജ് ചെയ്ത് നോക്കണം, നിങ്ങൾക്കൊന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് ചാർജ് ചെയ്യണം. നമ്മുടെ ഫോണിൻ്റെ ഡിസൈനൊന്നും നിങ്ങൾ നോക്കണ്ട, സ്ക്രീനൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളൊരു ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ നോക്കിയാൽ മതി. ചാർജ് ആവുന്നുണ്ട്, നമ്മുടെ പവർ ബാങ്ക് സെറ്റാണ്. നമ്മളിപ്പോൾ ഇത് മുഴുവൻ ചാർജ് ചെയ്തിട്ടില്ല. ഇത് ഒരു 4-5 മണിക്കൂർ നമ്മൾ മാക്സിമം ചാർജ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മുടെ ഈ ഒരു പവർ ബാങ്ക് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി വെച്ചാണ് നമ്മൾ ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കിയത്. പലർക്കും സംശയം ഉണ്ടാകും, എവിടെ നിന്നാണ് ഈ പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററീസ് നമുക്ക് ലഭിക്കുന്നതെന്ന്. ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്ന കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി സാധാരണയായിട്ട് കേട് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാറ്ററീസ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വിലക്ക് 20-25 രൂപയ്ക്ക് ഒരു ബാറ്ററി നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു ബാറ്ററിയിൽ നമുക്ക് 6 ഷെല്ല് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു ഷെല്ലോ 2 ഷെല്ലൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ബാക്കിയുള്ള ഷെല്ല് വെച്ചിട്ടാണ് നമ്മൾ നല്ല പവർഫുള്ളായിട്ടുള്ള നമുക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു പവർ ബാങ്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിലും നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് കിട്ടാനായിട്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.